സഹോദരങ്ങളെ, ഇവിടെ വളരെ സമാധാനപരമായി നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് നാം സ്വീകരിക്കേണ്ട മാർഗം. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, ഇമാം റാസി റഹ്മഹുള്ള ഇസ്തിഗാഥ ചെയ്തെങ്കിൽ അതൊന്ന് പറയെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴും ഇസ്തിഗാഥ ചെയ്തിട്ടുണ്ട് എന്നതല്ലാതെ പറഞ്ഞില്ല. അതെ, ഇമാം റാസി തങ്ങൾ ഇവര് പറയുന്നത് പോലെയുള്ള ഒരു ഇസ്തിഗാഥ, മരിച്ചുപോയ മഹാത്മാക്കളോട് സ്വർഗം ചോദിക്കാം, നേർമാർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, അത് പുണ്യമാണ്. ഇവർ പ്രചരിപ്പിക്കുന്നത് പുണ്യമാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആദ്യമൊക്കെ അനുവദനീയമാണെന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. ആദ്യം സംവാദവേളയിൽ എന്തായിരുന്നു ജനങ്ങൾ അറിഞ്ഞിരുന്നത്? മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ. എന്ത് സഹായമാണ് ചോദിക്കാവുന്നതെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴാണ് എന്ത് സഹായമാണ് ചോദിക്കേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാതെ വിഷമിച്ചപ്പോ എന്ത് സഹായമാണ് ചോദിക്കേണ്ടത്? സഹായം ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് പറയാൻ അവർക്കറിയില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സഹായം ചോദിക്കൽ അനുവദനീയമാണ്, സഹായം ചോദിക്കൽ പുണ്യമാണ് എന്ന് പറയുന്നവർക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് എന്ത് സഹായമാണ് ചോദിക്കേണ്ടത്? നിങ്ങളൊന്ന് പഠിപ്പിക്കാമോ? നിങ്ങൾ വലിയ പണ്ഡിതന്മാരാണല്ലോ. മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തു സഹായമാണ് ചോദിക്കാവുന്നത്? അത് പുണ്യമായത് അള്ളാഹുവിനോട് സഹായം ചോദിക്കലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലുമാണല്ലോ ഇത്രയും കാലം പുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാഥ ചെയ്യൽ, സഹായം ചോദിക്കൽ പുണ്യമാണെന്ന് എത്രയോ സ്ഥലങ്ങളിൽ പുസ്തകങ്ങളിൽ എഴുതിവിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് രചനകളിലും പ്രസംഗങ്ങളിലും സംവാദങ്ങളിലുമെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അനുവദനീയമെന്ന് മാത്രമായിരുന്നു ആദ്യം സംവാദവേളകളിൽ നിന്ന് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്നാണ്. മുശ്രിക്കുകൾ പോലും അങ്ങനെ ചോദിച്ചിരുന്നോ? സുന്നി സമൂഹമേ, ഒരിക്കലും നിങ്ങൾ ഇതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ ഒരിക്കലും ഇതിന് ഉത്തരവാദിയല്ല. ഇത് അബദ്ധമാണ്. ഇത് ശിർക്കിലേക്കും കുഫറിലേക്കും ഈ സമുദായം വലിച്ചിഴക്കപ്പെടാൻ കാരണമാണ്. എന്താ കാരണം? നിങ്ങൾ നേരം വെളുത്ത സുബഹി നിസ്കാരം കഴിയുമ്പോൾ റബ്ബിനോട് ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ലത് തരണേ, ദുനിയാവില് ആഖിറത്തിലും നല്ലത് തരണേ എന്ന് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുമല്ലോ. അതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് മരിച്ചുപോയ മഹാത്മാക്കളോടും ചോദിക്കാമെന്നാണ് ഈ പണ്ഡിതന്മാര് പറയുന്നത്. ചോദിക്കാമെന്ന് മാത്രമല്ല, അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് പുണ്യമാണെന്ന് കൂടിയാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരോട് ഇപ്പോഴും വാദിക്കുന്നതല്ലേ? സ്വർഗം ചോദിക്കാമെന്നല്ലേ വാദിക്കുന്നത്? അതിനല്ലേ എന്നോട് തെളിവ് ചോദിക്കുന്നത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ഇവർ വാദിക്കുന്നു. റസൂലുള്ളാഹി മാത്രമല്ല, മരിച്ചുപോയ മഹാത്മാക്കളോടെല്ലാം തന്നെ സ്വർഗം ചോദിക്കാം എന്നല്ലേ ഇവർ വാദിക്കുന്നത്. അവരോട് നിങ്ങൾ ഇത് കഴിയുമ്പോ ചോദിച്ചു നോക്കുക. മുസ്ലിയാരെ, ഇങ്ങനെയാ മൗലവി പറഞ്ഞല്ലോ, ശരിയാണോ? അത് അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് ഇഷ്ടം പോലെ അവരെഴുതിവിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഇവരെന്തിനാ മുഖാമുഖം നടത്തുന്നത്? ഇന്നിതാ ടൗൺ ഹാൾ, ഈ ഹാളിൽ വെച്ച് നടക്കുന്നില്ലേ പരിപാടി? ആ പരിപാടി നിങ്ങളൊന്ന് ചോദിക്കവരോട്. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്നാണല്ലോ സുന്നികൾ വിശ്വസിക്കുന്നത്. ആ മുസ്ലിം മൗലവി അവിടെ നിന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണെന്ന് ചോദിക്കുന്നത്. ചോദ്യവേളയിൽ അവര് പറയുന്ന മറുപടി എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പാടില്ല എന്നവർ പറയുമോ? പറയാൻ പറ്റുമോ? അവർ പറഞ്ഞെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം തോട്ടുമുഖത്ത്. ഇതൊക്കെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവരെഴുതി വച്ചിരിക്കുന്ന കോട്ടക്കണക്കിന് വിഷയങ്ങളുണ്ട്. ഈ സമുദായം എങ്ങോട്ടാ പോകുന്നറിയാമോ? ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ആരും മുജാഹിദാകണ്ട. ഞാൻ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുമില്ല. പക്ഷേ ഈ അബദ്ധം നിങ്ങൾ തിരിച്ചറിയണം. ഈ അബദ്ധം തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിലകൊള്ളുന്ന അതേ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി. പക്ഷേ അബദ്ധം നിങ്ങൾ തിരിച്ചറിയണം. ഇത് വലിയ കടുത്ത വലാലത്ത് തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈ വിഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാദം ഇസ്ലാമിന് അന്യമാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ചതല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല. ഖുർആനും തിരുവചനങ്ങളുമെല്ലാം ഇതിനെതിരാണ്. ഇതിനെതിരായിട്ടാണ് നമുക്ക് ആയത്തുകളും ഹദീസുകളും ഇസ്ലാമിക ചരിത്രങ്ങളുമെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത്
അള്ളാഹുവിനോട് ചോദിക്കാനാണ്.